ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. കരുളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുളായി വനം റേഞ്ച് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ അത് 7 ലക്ഷം കോടിയിലേക്ക് കടന്നു. കേരളത്തെ ഒരു 10-15 വർഷം പിന്നോട്ട് വികസനം നയിച്ചുകൊണ്ട് കേരളത്തിൽ എല്ലാ തരത്തിലും വിലക്കയറ്റം ഉണ്ടാക്കിക്കൊണ്ട് മൂന്നാമതും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വർഗീയമായ കാർഡ് ഇറക്കിക്കൊണ്ട് കേരളത്തിലെ സമുദായ നേതാക്കന്മാരെ ഇറക്കിവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേരളമാണ്. കേരളത്തെ ജനങ്ങളെ ഇത്തരത്തിലുള്ള ഉത്തരേന്ത്യയിലൊക്കെ ചെയ്യുന്നത് പോലെ ഇത്തരത്തിലുള്ള വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലൊന്നും കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. വരാനിരിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാകുകയും ആ ഗവൺമെന്റ് ഒരു 100 സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിനെ ഭയന്നുകൊണ്ട് കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി ഉപയോഗിച്ചും മറ്റ് സാമുദായിക നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടും കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയ കാർഡിറക്കിക്കൊണ്ട് പിണറായി ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. എം അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വിജയരാജൻ, യു പ്രേമരാജൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കല്ലിങ്ങൽ, വീരൻകുട്ടി അമ്പാളി തുടങ്ങിയവർ സംസാരിച്ചു. രാജമണി മരുതങ്ങാട്, ഇ കെ അബ്ദുറഹ്മാൻ, റഫീഖ് മുല്ലപ്പള്ളി, എം കബീർ, ടി ജോൺസൺ, ബിനീഷ് നിലമ്പതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുളായി.